കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പൊ ഇന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കാം. ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയില ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കറി വെക്കാന്ന് വിചാരിച്ച് അയിലയുടെ ഒപ്പം തന്നെ ചേമ്പ് വിത്ത് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മ എപ്പോഴും ചാളയിൽ ചേമ്പ് വിത്ത് ഇടാറ്. ഇന്നിപ്പോ അയിലാണ് കിട്ടിയത്. അപ്പോ ചേമ്പ് വിത്ത് അതാണ്. അത് ഫുള്ളൊന്നും ഇടൂല കേട്ടോ, കുറച്ചേ ഇടണുള്ളൂ. അപ്പൊ ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റി, പിന്നെ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അരച്ചിട്ട് അതും കൂടെ വഴറ്റി വന്നതിന് ശേഷമാണ് പച്ചമുളകും പുളിയും ഉപ്പൊക്കെ ഇട്ട് പിന്നെ പാലൊഴിച്ച് നന്നായി തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പൊ ഞാൻ നേരിട്ട് കറിയിലേക്ക് ചേമ്പ് വിത്ത് ഇടണില്ല, എന്ന് തിളപ്പിച്ച് സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടിടണം. അതാണ് നമുക്ക് നല്ലത്. സ്റ്റാർച്ച് നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കപ്പ പുഴുങ്ങുമ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് അങ്ങനെ തന്നെ വെക്കൂട്ടാ. അപ്പൊ നമുക്ക് നമ്മളെ വഴുതനേമെന്ന് 3 വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വട്ടത്തിൽ മുറിച്ച് ഉപ്പും മുളകും തേച്ച് മീൻ വറുക്കണ പോലെ വറുക്കാന്ന് വിചാരിച്ച്. പിന്നെ പള്ളത്തി കിട്ടിയിട്ടുണ്ട്, അതവിടെ മുറിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. എല്ലാ പണികളും ഞാനല്ല, അത് മീനൊക്കെ മുറിക്കുന്നതാവുള്ള എന്നുവെച്ചാൽ പള്ളത്തിയൊക്കെ മുറിക്കാൻ ഒരുപാട് നേരം ഇരിക്കണം. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മീൻ മുറിക്കാൻ സ്പീഡ് പോരാ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടായിട്ടാ. ചീര അല്ല, ഈ കൊഴുപ്പ പോലത്തെ സാധനമില്ലേ, പണ്ട് നമ്മള് പാടത്തുനിന്നൊക്കെ പൊട്ടിക്കാറുള്ള, അതിപ്പോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. നമ്മ പാടത്തുനിന്ന് പൊട്ടിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പോ ഇതിനൊരു കനപ്പും ഉണ്ടാവും. അപ്പൊ അത് മാറാനായിട്ടൊന്നുമില്ല, തേങ്ങട അല്ലെങ്കിൽ പരിപ്പ് വെച്ചിട്ട് അതിടാം. ഞങ്ങന്ന് ലേശം തേങ്ങടാന്ന് വിചാരിച്ച്. അപ്പൊ പള്ളത്തിയും അയല 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ വറുക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണങ്ങൾ. നിങ്ങളുടെ കറികളൊക്കെ എന്താണെന്ന് പറയാം. അപ്പൊ ചോറും വഴുതനങ്ങ വറുത്തതും ചീര ഉപ്പേരിയും പിന്നെ ചേമ്പും അയിലയും വെച്ചത് മീൻ വറുത്തത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കലെ വിഭവങ്ങൾ. നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു എന്ന് പറയണം. ഊണൊക്കെ കഴിച്ചിപ്പോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ചായയുടെ സമയമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇത് കണ്ട് ഇതിന്റെ അഭിപ്രായങ്ങളും ലൈക്കൊക്കെ ചെയ്യാം, സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ എനിക്കതൊരു പ്രോത്സാഹനമാവും. അപ്പൊ നിങ്ങള് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കമന്റ് അറിയിക്കുക, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. എനിക്ക് നിങ്ങളാണ് കൂട്ടുകാര്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എത്ര പറ്റാത്ത സമയത്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഇടയ്ക്കെങ്കിലും വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും എനിക്ക് കമന്റ് ചെയ്യാം. ഈ കറികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ ഇതെല്ലാ പണികളും കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട്